ഡിസംബർ മാസമാണ് പൊതുവേ മഞ്ഞുകാലം അല്ലേ? ഭയങ്കര തണുപ്പായിരിക്കും. നമുക്ക് ഇവിടെയൊക്കെ തണുപ്പുണ്ട്, പക്ഷേ ഇതിനെക്കാട്ടിൽ തണുപ്പാണ് ഹിമാചൽ പ്രദേശിലും ജമ്മു കാശ്മീരിലും ഒക്കെ. അവിടെയൊക്കെ കനത്ത മഞ്ഞുവീഴ്ചയാണെന്നാണ് വിവരം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോലാങ് താഴ്വരയിൽ കുടുങ്ങിയ 10,000 വിനോദസഞ്ചാരികളെ ഹിമാചൽ പോലീസ് രക്ഷപ്പെടുത്തുകയും ചെയ്തു. മോശം കാലാവസ്ഥയെ തുടർന്ന് ശ്രീനഗർ വിമാനത്താവളം അടച്ചിട്ടിരിക്കുകയാണ്. വിവരങ്ങളുമായിട്ട് അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, കനത്ത മഞ്ഞുവീഴ്ചയാണ്, വലിയ മോശം കാലാവസ്ഥ തന്നെയാണ് അവിടെ ഉള്ളതല്ലേ? അതെ, ഈ വിനോദസഞ്ചാരികൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇന്നും ആ ബുദ്ധിമുട്ട് തുടരുകയാണ്. ഇന്നും ഓറഞ്ച് അലേർട്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും പ്രധാനമായിട്ടുമുണ്ട്. മഞ്ഞുവീഴ്ച തന്നെ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന് പറയുന്നു. ഇപ്പോൾ തന്നെ നിലവിൽ വലിയ വലിയ രീതിയിൽ കട്ടിയിലുള്ള മഞ്ഞ് റോഡുകളെല്ലാം തന്നെ കിടക്കുന്നു. അത് വാഹന ഗതാഗതത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ സോലങ് വാലി പോലെയുള്ള സ്ഥലങ്ങൾ, അവിടെ കഴിഞ്ഞ 2 ദിവസമായിട്ട് വലിയ ഗതാഗത കുരുക്കാണ്. ആയിരത്തിലധികം 2000-ഓളം വാഹനങ്ങളാണ് കുടുങ്ങിക്കിടന്നത്. അതിൽ ബഹുഭൂരിപക്ഷവും കഴിഞ്ഞ ഒരു ദിവസം ഈ ഹിമാചൽ പോലീസ് ഇടപെട്ട് പലരെയും രക്ഷപ്പെടുത്താനുള്ള സാധിച്ചു. പക്ഷെ അപ്പോഴും റോഡ് വഴുക്കുന്ന ഒരു അവസ്ഥ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. വാഹനങ്ങൾ സ്റ്റാർട്ടാക്കി മുന്നോട്ട് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ തള്ളി മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിലും റോഡ് വഴുക്കി അത് വാഹനങ്ങൾ ഉരുതി വരുന്ന ഒരു അവസ്ഥ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ബാക്കിയുള്ള വാഹനങ്ങൾ ഇപ്പോഴും അവിടെ നിന്നും എടുക്കാൻ കഴിയാതെ ഇപ്പോഴും അകപ്പെട്ട് കിടക്കുന്നത്. കാരണം ഇപ്പോഴും കനത്ത മഞ്ഞുവീഴ്ച അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയോ അല്ലെങ്കിൽ വൈകിട്ടോടുകൂടിയോ ബാക്കിയുള്ള വിനോദസഞ്ചാരികളെയും രക്ഷപ്പെടുത്താൻ സാധിക്കും. ആ വാഹനങ്ങളെല്ലാം തന്നെ അവിടെ നിന്നും എടുത്തു മാറ്റി ഗതാഗതം കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് നിലവിൽ പോലീസ് പറയുന്നത്. പക്ഷെ അപ്പോഴും സോലങ് വാലി വിനോദസഞ്ചാരികൾക്കായി അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആരും അങ്ങോട്ട് പോകരുത് എന്നുള്ളതാണ് നിർദ്ദേശം. പ്രധാനമായിട്ടും ഈ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കടുത്ത മഞ്ഞ് വീഴ്ച ഇപ്പോഴും ഉള്ളത് കൊണ്ട്. മാത്രമല്ല ഈ മണാലി കുളു പാതയിലെല്ലാം തന്നെ ഇപ്പോഴും വലിയ തോതിൽ വിനോദസഞ്ചാരികൾ വരുന്നതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കെല്ലാം തന്നെ വന്നു കഴിഞ്ഞാൽ മഞ്ഞുവീഴ്ചയുണ്ട്. വീണ്ടും വലിയ ഗതാഗത കുരുക്ക് രൂപപ്പെടും. അത് ദിവസങ്ങളോളം തന്നെ ഈ വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അത് വീണ്ടും ഉണ്ടാകാതെ ഇരിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നിലവിൽ പോലീസിന്റെ പ്രഥമ ലക്ഷ്യം. നിലവിലുള്ളവരെ ഈ കുടുങ്ങിക്കിടന്ന ടൂറിസ്റ്റുകളെയും വിനോദസഞ്ചാരികളെയും എല്ലാം തന്നെ രക്ഷപ്പെടുത്തി മറ്റ് സമീപത്തുള്ള ഹോട്ടലുകളിൽ ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. അവരോട് എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് മടങ്ങി പോകണമെന്ന നിർദ്ദേശം കൂടി വെച്ചിട്ടുണ്ട്. അപ്പോഴും ഈ തണുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളുടെ ഒഴുക്ക്, വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് ഇപ്പോൾ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിലുള്ള ഒരു പഠനം സൂചിപ്പിക്കുന്നത്.